ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് കരുതിയപ്പോൾ 2 പുട്ട് ഉണ്ടാക്കിയതിൻ്റെ കഷ്ണം ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായി പൊടിച്ചു. അമ്മൂസാണ് കേട്ടോ അത് പൊടിക്കുന്നത്. ഇടയ്ക്ക് അനൂസാണ് പൊടിക്കുന്നത്. അമ്മൂസിൻ്റെ കയ്യും ഇടയ്ക്കൊന്ന് നീണ്ടു വന്നു. അപ്പോൾ നന്നായി പൊടിച്ച് മാറ്റി വെച്ചു. പിന്നെ ചട്ടി ഇതാ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞ് നമുക്ക് ഇത്തിരി എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാം. കടുകൊന്നും ഇടുന്നില്ല. ഇവിടെ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലോണം ഒന്ന് ചൂടാവട്ടെ. അമ്മൂസിൻ്റെ പണിയാണ് കേട്ടോ. അതിൽ 2 കറിവേപ്പില കൊണ്ടുവന്ന് എണ്ണ ചൂടായോ നോക്കട്ടെ പറഞ്ഞിട്ട് ഇട്ടതാണ്. അപ്പോൾ എണ്ണ അധികം ചൂടായിട്ടില്ല, നല്ല ചൂടാവട്ടെ. എന്നിട്ട് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി തക്കാളി പച്ചമുളക് ഒന്നേ എടുത്തിട്ടുള്ളൂ, ചെറുതാണ് എടുത്തത്. ഉള്ളി ഇട്ടുകൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റണം. നല്ലോണം വഴണ്ട് വരുമ്പോൾ നമുക്ക് തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ആ ഉള്ളിയിൽ ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇതൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റട്ടെ. എന്നിട്ട് നമുക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. വലിയ മസാലയൊന്നും ചേർക്കണില്ല. വെറും മല്ലിപ്പൊടിയും 1 തുള്ളി മുളക് പൊടിയും പിന്നെ ചിക്കൻ മസാലയും മാത്രമേ ചേർക്കണുള്ളൂ. കുരുമുളകൊന്നും ഇടുന്നില്ല. കുറേശ്ശെ ചേർക്കണുള്ളൂ കേട്ടോ, വല്ലാതെ ഞാൻ മസാല ഇടുന്നില്ല. അപ്പോൾ അത് നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. അതിലിത്തിരി തോനെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റേ പൊടി ഇടുമ്പോൾ മിക്സാക്കുമ്പോൾ ഉപ്പ് കമ്മിയാവും, അതുകൊണ്ട് ഇത്തിരി കൂടുതൽ ഇട്ട് കൊടുത്തു. ഇനി ഇത് പുട്ടുപൊടി ഇട്ടു. ഇനി ഉണ്ടാക്കിയ പുട്ടിൻ്റെ പൊടിയാണ്. അത് നല്ലോണം മിക്സാക്കുകയാണ്. നമ്മൾ ഈ പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലാക്കണം. എന്നിട്ട് നല്ലോണം മിക്സാക്കി ഇതാ റെഡിയായി. പാത്രവും കാലിയായി.